Welcome to Isha's Kitchen. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല നാടൻ രീതിയിലുള്ള അരിയുണ്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ 2 കപ്പ് മട്ടരി ഞാൻ നന്നായി കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 1/4 കിലോ ശർക്കരയും 1 കപ്പ് അണ്ടിപ്പരിപ്പും 2 കപ്പ് തേങ്ങ ചിരവിയതും. നമുക്ക് ആദ്യം അരി നന്നായി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അടി കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം വെച്ചാൽ മതി. ഞാൻ ഇവിടെ ഒരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. ഉരുളി നന്നായി ഒന്ന് ചൂടാവട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കാൻ വെക്കാം. ഞാൻ ഇവിടെ 1/4 കിലോ ശർക്കര എടുത്തിട്ടുള്ളത് മറയൂർ ശർക്കരയാണ്. അത് 1/2 കിലോൻ്റെ ഒരു ബ്ലോക്കാണ്. അത് പൊട്ടിച്ചിട്ട് പകുതി എടുത്തിട്ടുള്ളതാണ്. ഞാൻ ഇവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആ ശർക്കര ഇട്ട് നമുക്കൊന്ന് ഉരുക്കാൻ വെക്കാം. ഇപ്പോൾ ഉരുളിയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, എന്നാലാണ് അരി ഒരേ വറവിൽ നമുക്ക് കിട്ടുള്ളൂ. നന്നായി ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ. നമുക്ക് പഴയകാല ഓർമ്മകളൊക്കെ തരുന്നൊരു പലഹാരമാണിത്. പഴയ കാലത്തുള്ള പലഹാരങ്ങളൊരു പ്രധാനപ്പെട്ടതാണ് ഈ അരിയുണ്ട എന്ന് പറയുന്നത്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മുടെ വീട്ടിൽ കശുവണ്ടി ഉണ്ടാവുന്ന ആ ഒരു സമയത്താണ് അധികം അരിയുണ്ട ഉണ്ടാക്കാറ്. അണ്ടിപ്പരിപ്പ് ചേർക്കാതെ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന അരിൻ്റെ അളവിനേക്കാളും കുറച്ച് കൂടുതൽ അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മളതിന് അണ്ടിയുണ്ടാന്നും അണ്ടിപ്പുട്ടെന്നൊക്കെയാണ് പറയുക. അപ്പം അരിയൊക്കെ വറവ് പാകമായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി വരും. പാകമാകുമ്പോൾ ചെറിയൊരു വെള്ള കളറിൽ ഇങ്ങനെ പൊട്ടി വരും. അതാണ് അതിൻ്റെ പാകം. ഇനി ആ ഉരുളിയിൽ തന്നെ ഞാനിവിടെ അണ്ടിപ്പരിപ്പും വറുത്തെടുക്കുന്നുണ്ട്. അത് നന്നായി ഒരു വറുത്തെടുക്കുമ്പോഴാണ് നല്ലൊരു മണം ഉണ്ടാവുക നമ്മളുടെ അരിയുണ്ടയ്ക്ക്. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് സ്പ്ലിറ്റ് ആയിട്ടുള്ള അണ്ടിപ്പരിപ്പാണ്. നമ്മൾ ഇതുപോലുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഫുൾ അണ്ടിപ്പരിപ്പ് എടുക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലുള്ള അണ്ടിപ്പരിപ്പ്. ഇതുപോലുള്ളത് അതുപോലെ നമുക്ക് ബ്രോക്കൺ കാഷ്യൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞ ചിലവിൽ നമുക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അണ്ടിപ്പരിപ്പും വറവൊക്കെ നല്ല പാകമായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അണ്ടിപ്പരിപ്പ് അരി നമുക്ക് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ അണ്ടിപ്പരിപ്പ് അരിയൊക്കെ ചൂടാറിയതിന് ശേഷം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ഞാൻ ചെറിയൊരു തരിയോട് കൂടിയിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. അരി നന്നായി പൊടിച്ചിട്ട് നമ്മളൊന്ന് അരിച്ചെടുക്കണം. എന്നിട്ട് അത് വീണ്ടും ഒന്നും കൂടി ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി ഞാൻ പൊടിച്ചു വെച്ചിട്ടുള്ള അരിയും അണ്ടിപ്പരിപ്പും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ എടുത്തു വെച്ചിട്ടുള്ള 2 കപ്പ് അളവ് തേങ്ങ, അത് ഞാൻ മിക്സിയിൽ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ അരിയുണ്ട തനി നാടൻ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ശർക്കരപ്പാവിൽ തേങ്ങ ഇട്ട് കുറച്ച് നേരം അടുപ്പത്ത് വെച്ച് ഒന്ന് വറ്റിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാം. അങ്ങനെ ആകുമ്പോൾ കേടുകൂടാതെ കുറച്ച് ദിവസം നമുക്ക് വെക്കാൻ പറ്റും. ഇതാവുമ്പോൾ നമുക്ക് പുറത്ത് വെക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ കഴിച്ച് ബാക്കി ഉണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാവ് കുറേശ്ശായിട്ട് ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. ഈ രീതിയിൽ നമ്മൾ തേങ്ങ അടുപ്പത്തൊന്നും വെച്ച് വേവിക്കാതെ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും. അതുപോലെ നല്ല സോഫ്റ്റും ആയിരിക്കും. നമ്മളിതുപോലെ ശർക്കരപ്പാവ് ഒഴിച്ച് ഇങ്ങനെ ഒന്ന് കുതിർത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ ഉരുക്കിയെടുത്തുള്ള ശർക്കരപ്പാവ് മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് കാണുമ്പോൾ നനവൊക്കെ കൂടുതലുള്ള പോലെ തോന്നും. നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് തോന്നും. പക്ഷെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് ഉണ്ടാക്കുന്ന സമയമാകുമ്പോഴേക്കും അത് കറക്റ്റ് ആയിരിക്കും. അപ്പം എല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കി നോക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അരി പൊടിച്ചതിലേക്ക് അണ്ടിപ്പരിപ്പിലേക്കൊക്കെ നല്ല മധുരം പിടിക്കുകയും ചെയ്യും. അരിപ്പൊടിയൊക്കെ ഒന്ന് നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ നനവൊക്കെ നല്ല പാകമായിട്ടുണ്ട്. ഇത് നമുക്ക് ഉണ്ടാക്കാം. ഈവനിങ് സ്നാക്കായിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് ഇട്ടത്. അതുപോലെ നമ്മൾ ഈ ഉണ്ടാക്കാൻ വേണ്ടി വറുക്കുന്ന അരിയിൽ കുറച്ച് തേങ്ങ ഇട്ട് കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.
അപ്പോൾ റസിയാസ് കിച്ചൻ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു രീതിയിൽ അരിയുണ്ട ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മളധികം നനവില്ലാതെ അരിയുണ്ട ഉണ്ടാക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും അരിയുണ്ട നല്ല ഹാർഡായിരിക്കും. ഇത് കണ്ടപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. എത്ര സമയം ഇരുന്നാലും ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരുന്നോളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു. റസിയാസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.